ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 2. അതിൽ ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ്, അതുപോലെ തന്നെ ദ വൈ ഗേൾ. ഇതിൽ രണ്ടിലെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാലന്റീനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം. സ്പേസിൽ എത്തിയ ആദ്യത്തെ വനിതയാണ് വാലന്റീന. 16 ജൂൺ 1963 അവർ സ്പേസിലെത്തിയത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വിച്ച് ഇയർ വാസ് വാലന്റീന ടെറഷ്കോവ ബോൺ? വാലന്റീന ടെറഷ്കോവ വാസ് ബോൺ ഇൻ 1937. 1937 അവർ ജനിച്ചത്. വാട്ട് വാസ് ഹെർ അച്ചീവ്മെൻറ്റ്? എന്തായിരുന്നു അവർ നേടിയെടുത്തത്? ഷീ മെയ്ഡ് ഹിസ്റ്ററി ബൈ ബിക്കമിങ് ദ ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ് ഓൺ 16 ജൂൺ 1963. 1963 ജൂൺ 16 സ്പേസിലെത്തുന്ന ആദ്യത്തെ സ്ത്രീയായി അവർ മാറി. ഇനി വാട്ട് വാസ് ദ നെയിം ഓഫ് ഹർ സ്പേസ് ഷിപ്പ്? അവരുടെ സ്പേസ് ഷിപ്പിൻ്റെ പേരെന്തായിരുന്നു? വോസ്റ്റോക്ക് 6 എന്നായിരുന്നു അവരുടെ സ്പേസ് ഷിപ്പിൻ്റെ പേര്. ദ നെയിം ഓഫ് ഹർ സ്പേസ് ഷിപ്പ് വാസ് വോസ്റ്റോക്ക് 6. What did Valentina Tereshkova mean by saying a bird cannot fly with one wing only? ഒരു ചിറക് കൊണ്ട് മാത്രം ഒരു കിളിക്കും പറക്കാനാവില്ല എന്ന് അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത്? Tereshkova meant that human space flight or anything cannot fully develop or succeed without the active and equal participation of women. എന്താ പറയുന്നത്? എന്തൊരു കാര്യമായിക്കോട്ടെ, ഇവിടെ വാലന്റീന പറയുന്നത് ഏതൊരു കാര്യമായിക്കോട്ടെ, സ്പേസ് ഷിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും ആ ഒരു കാര്യം അതിൻ്റെ സക്സസ് ആവണമെങ്കിൽ, അത് വിജയകരമാവണമെങ്കിൽ അതിൽ സ്ത്രീകളും അവരുടേതായ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Have you heard of other women who have inspiring achievements like her? Name a few. വേറെ ഏതെങ്കിലും സ്ത്രീകളെ പറ്റി നിങ്ങൾക്ക് അറിയാമോ ഇതുപോലെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവരുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് എഴുതാം അല്ലേ. കെല്ലറിനെ പറ്റി എഴുതാം, ഗീത വില്യംസിനെ പറ്റി എഴുതാം, PV സിന്ധുവിനെ പറ്റി എഴുതാം. അവരൊക്കെ എന്താണ് അച്ചീവ്മെൻറ്റ്സും നേടിയ സ്ത്രീകളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ വൈ ഗേൾ ആണ്. എഴുതിയിരിക്കുന്നത് മഹാശ്വേത ദേവിയാണ്. ഈ ഒരു പാട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് ദ നറേറ്റർ സ്റ്റോപ്പ് മൊയ്ന ഫ്രം ക്യാച്ചിങ് എ സ്നേക്സ്? ഓക്കെ, എന്തുകൊണ്ടാണ് മൊയ്നയെ ആ നറേറ്റർ, ആ എഴുത്തുകാരൻ, ആ പാമ്പിനെ പിടിക്കുന്നതിൽ നിന്ന് വിലക്കിയത്? ദ നറേറ്റർ സ്റ്റോപ്പ് മൊയ്ന ഫ്രം ക്യാച്ചിങ് ദ സ്നേക്ക് ബിക്കോസ് ഇറ്റ് വാസ് എ കോബ്ര, എ വെരി ഡേഞ്ചറസ് ആൻഡ് പോയിസണസ് സ്നേക്ക്. മൊയ്ന പിടിക്കാൻ പോയത് എന്തിനെയാണ്? ആ ഇലകളിലൊന്നും കാണുന്ന കുഞ്ഞി പാമ്പിനെയൊന്നും അല്ല. എന്തിനെയാണ്? കോബ്രയെയാണ് പിടിക്കാൻ പോയത്, മൂർഖനെയാണ് പിടിക്കാൻ പോയത്. അതിന് വളരെയധികം വിഷമുണ്ട്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ആപത്ത് വരും അവൾക്ക്, അതുകൊണ്ടാണ് അതിനെ പിടിക്കരുത് എന്ന് പറയുന്നത്. വാട്ട് വാസ് സമിതി മെന്റ് ഫോർ? എന്തിനാണ് അവിടെ ഒരു സമിതി ഉണ്ടായിരുന്നത്? ദ സമിതി വാസ് എ place where people could learn reading and writing and also sing and dance together. സമിതിയിൽ എന്താണ്, എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനും പാടാനും ഒക്കെ അവിടെ അവസരം ഒരുക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ആൾക്കാരെല്ലാവരും കൂട്ടുകൂടുന്ന ഒരു സ്ഥലമായിരുന്നു സമിതി. വാട്ട് ഡസ് മൊയ്ന ഡു ഫോർ ഹെർ ഫാമിലി? മൊയ്ന എന്താണ് സ്വന്തം ഫാമിലിക്ക് വേണ്ടി ചെയ്തത്? മൊയ്ന ബ്രിങ്സ് ദ ഗോഡ്സ് ഹോം, കളക്ട്സ് ഫയർവുഡ്, ഫെച്ചസ് വാട്ടർ ആൻഡ് ലേസ് ട്രാപ്സ് ഫോർ ബേർഡ്സ് ടു ഹെൽപ്പ് ഹെർ ഫാമിലി. എന്തൊക്കെ ചെയ്തിരുന്നു? ഗോഡ്സിനെ, ആടുകളൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിരുന്നു. വിറകുകൾ, ഫയർവുഡ് എന്ന് പറഞ്ഞാൽ വിറകുകൾ പറക്കിയിരുന്നു. വെള്ളം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ബേർഡ്സിനെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ ട്രാപ്സ്, അതിൻ്റെ കെണിയൊക്കെ ഒരുക്കിയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് മൊയ്ന സ്വന്തം ഫാമിലിയെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ കോൾ മൊയ്ന ദി വൈ ഗേൾ? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ അവളെ വൈ ഗേൾ എന്ന് വിളിച്ചിരുന്നത്? The postmaster called Moina the why girl because she was always asking many questions starting with why. Moina ആരെ കണ്ടാലും എപ്പോഴും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവൾ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വൈ എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ. അപ്പോൾ അത്രയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടാണ് അവളെ അദ്ദേഹം വൈ ഗേൾ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, why did Moina decide to learn to read? എന്തുകൊണ്ടാണ് അവൾ അവസാനം പഠിക്കാൻ തീരുമാനിച്ചത്, വായിക്കാൻ തീരുമാനിച്ചത്? Moina decided to learn to read because she wanted to find answers to all her questions from the book. എന്താണ്, മൊയ്നയ്ക്ക് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നല്ലേ, പല കാര്യങ്ങളും അറിയാനുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം പുസ്തകത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് അവൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് സ്വന്തം ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കണ്ടെത്താൻ വേണ്ടി, സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് വായന പഠിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, വൈ ഡു സ്റ്റാർസ് ലുക്ക് സ്മോളർ ദാൻ ദ സൺ? എന്തുകൊണ്ടാണ് സ്റ്റാർസ് സൂര്യനേക്കാളും സ്മോളറായിട്ട്, ചെറുതായി തോന്നുന്നത്?
Stars look smaller than the sun because they are very far away, while the sun is much near to us. എന്താണ് സ്റ്റാർസ് ചെറുതായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് ഭൂമിയിൽ നിന്ന് വളരെയധികം ദൂരത്തിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ സണ്ണ് വലുതാവുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാർസിനെ അപേക്ഷിച്ച് സൂര്യൻ ഭൂമിയുടെ കുറച്ചുകൂടി അടുത്താണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യൻ വലുതായിട്ടും അകലെ നിൽക്കുന്ന സ്റ്റാർസ് ചെറുതായിട്ടും തോന്നുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹൗ ഡു വി നോ ദാറ്റ് മോയ്ന വാസ് സ്പീക്കിംഗ് ലൈക്ക് എ ടീച്ചർ? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് മോയ്ന ഒരു ടീച്ചറെ പോലെയാണ് സംസാരിച്ചിരുന്നത് എന്ന്? We know Moina was speaking like a teacher because she explained things to her little sister and elder brother and told them why they should do certain things just like a teacher does in a class. എന്താണ് പറയുന്നത്? അവളുടെ ലിറ്റിൽ സിസ്റ്ററിനും അവളുടെ സിസ്റ്ററിനും അവളുടെ അനിയത്തിക്കും അനിയനുമൊക്കെ എന്താണ് അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു അല്ലേ. അവരുടെ അടുത്ത് അവർ ടീച്ചറുടെ പോലെയാണ് സംസാരിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് പല കാര്യങ്ങൾ നടക്കുന്നതെന്നും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം അതുകൊണ്ടാണ് മൈനയുടെ സംസാരം ടീച്ചറുടെ പോലെ എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ഡിഡ് മൈന മോട്ടിവേറ്റ് ചിൽഡ്രൻ? എങ്ങനെയാണ് കുട്ടികളെ മൈന മോട്ടിവേറ്റ് ചെയ്തത്? Moina motivated children by asking them to be curious and ask questions. She told them not to be lazy and encouraged them to learn why things happened, like why mosquitoes should be destroyed or why pole star is always in the northern sky. എന്താണ് എങ്ങനെയാണ് അവർക്ക് മോട്ടിവേഷൻ കൊടുത്തിരുന്നത്, ആവേശം പകർന്നു കൊടുത്തിരുന്നത്? എപ്പോഴും അവരോട് കാര്യങ്ങളെപ്പറ്റി എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അത് ചോദിക്കാൻ അവൾ പറയുന്നുണ്ട് അല്ലേ. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് അതിനൊക്കെ അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ലേസി ആയിട്ടിരിക്കരുത്, മടി പിടിച്ചിരിക്കരുത്. പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. എന്തിനാണ് മോസ്കിറ്റോനെ കൊതുകുകളെ നശിപ്പിക്കണം എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ റീസൺ, വൈ എന്ന് അവളോട് ചോദിക്കാൻ പറയുന്നുണ്ട് അല്ലേ. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും പോൾ സ്റ്റാർ എന്തുകൊണ്ടാണ് നോർത്തേൺ സ്കൈയിൽ വരുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറയുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം കണ്ടെത്താനും അവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവൾ ആ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. അവിടെ മൈന ചോദിച്ച ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോബ്രേനെ പിടിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ലീഫ് കൊണ്ട് ഇലകൾ കൊണ്ടുണ്ടാക്കിയ കുടിലിൽ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറയുന്നുണ്ട്. ഇതൊക്കെ തീമായിട്ട് എടുക്കാം. നേച്ചറെ പറ്റി ചോദിക്കാം, സയൻറ്റിഫിക്കായിട്ട് ടെക്നോളജിയെ പറ്റി ചോദിക്കാം, ഭക്ഷണത്തെ പറ്റി ചോദിക്കാം, ഹെൽത്തിനെ പറ്റി ചോദിക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കാണിക്കാം. നേച്ചറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. വൈ ഈസ് സ്കൈ ബ്ലൂ? വൈ ഡു പ്ലാന്റ്സ് ഗ്രോ? വൈ ഡു ആനിമൽസ് നീഡ് വാട്ടർ? ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി ഭക്ഷണത്തെ പറ്റിയിട്ടാണെങ്കിൽ വൈ ഡു വി എയ്റ്റ് ഫുഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വൈ ഈസ് വാട്ടർ ഇമ്പോർട്ടൻറ്റ്? വൈ ഡു വി കുക്ക് ഫുഡ്? എന്തിനാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്? അത് ചോദിക്കാം. ഇനി ഹെൽത്തിനെ പറ്റിയിട്ടാണെങ്കിൽ വൈ ഡു വി നീഡ് സ്ലീപ്പ്? എന്തിനാണ് ഉറക്കം വേണമെന്ന് പറയുന്നത്? വൈ ഡു വി ഗെറ്റ് സിക്ക്? എന്താണ് നമുക്ക് വയ്യായകൾ വരുന്നത്? വൈ ഡു വി എക്സസൈസ്? എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? അത് ചോദിക്കാം. ഇനി സോഷ്യൽ ലൈഫിനെ പറ്റിയിട്ടാണെങ്കിൽ എന്ത് ചോദിക്കാം? വൈ ഡു വി ഹാവ് ഫ്രണ്ട്സ്? എന്തുകൊണ്ടാണ് നമുക്ക് കൂട്ടുകാർ വേണം എന്ന് പറയുന്നത്? വൈ ഡു വി സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ്? നമ്മൾ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണ്? വൈ ഡു വി സേ പ്ലീസ് ആൻഡ് താങ്ക് യു? പ്ലീസും താങ്ക് യു ഒക്കെ പറയുന്നത് എന്തിനാണ്? അത് ചോദിക്കാം. ഇനി ടെക്നോളജിയെ പറ്റിയിട്ടാണെങ്കിൽ എന്താണ്? വൈ ഡു വി യൂസ് ഫോൺസ്? വൈ ഡു വി യൂസ് ഇൻ്റർനെറ്റ്? വൈ ഡു വി യൂസ് കമ്പ്യൂട്ടേഴ്സ്? ഇതൊക്കെ ചോദിക്കാം. അടുത്തത് എന്താണ്? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലത്തെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ കുട്ടി ആൻസർ പറയുന്നുണ്ട്. ആ ടീച്ചർ എന്താണ് അവരോട് ചോദിക്കുന്നത്, എന്താണ് അവരോട് ചോദിക്കുന്ന ചോദ്യം, അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. ആദ്യ കുട്ടി എന്താ പറയുന്നത്? ഐ മിസ് ദ സ്കൂൾ ബസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ സ്കൂൾ ബസ് മിസ് ചെയ്തു. ടീച്ചർ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? വൈ ആർ യു ലേറ്റ് ടുഡേ? എന്താണ് നീ ഇന്ന് ലേറ്റ് ആയത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഐ ആം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് ഐ ഗോട്ട് എ ന്യൂ ബാഗ്. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പുതിയൊരു ബാഗ് കിട്ടി എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ വരിക. വൈ ആർ യു ഹാപ്പി ടുഡേ? എന്താണ് നിനക്ക് ഇത്ര സന്തോഷം എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, നെക്സ്റ്റ് എന്താ കുട്ടി പറയുന്നത്? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഹോംവർക്ക്. ഹോംവർക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് സാറിനോട്. സാർ എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ഡിഡ്ന്റ് യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ ഹോംവർക്ക്? നിനക്ക് എന്താണ് ആ ഹോംവർക്കിൽ മനസ്സിലാവാതിരുന്നത്? വി ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് എനർജറ്റിക് എന്ന് പറയുന്നുണ്ട്. എന്താവും ചോദ്യം? വൈ ഷുഡ് വി ഈറ്റ് ഹെൽത്തി ഫുഡ്? എന്തിനാണ് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നത്? എന്താണ്? ഐ ഫോർഗോട്ട് ടു കീപ് ദ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് ഇൻ മൈ ബാഗ്. കുട്ടി സാറിനോട് പറയുന്നുണ്ട് ഞാൻ ഇംഗ്ലീഷ് ബുക്ക് മറന്നു.
കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? വൈ ഡിഡിൻ യു ബ്രിങ് യുവർ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? എന്താണ് നീ ഇംഗ്ലീഷ് നോട്ട്ബുക്ക് കൊണ്ടുവരാതിരുന്നത്? അടുത്തത് എന്താണ്? ഐ എം റിയലി സാഡ് ബിക്കോസ് ഐ മിസ് മൈ ഗ്രാൻഡ് മാ. ഞാൻ എൻ്റെ അമ്മൂമ്മയെ മിസ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് വിഷമമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? വൈ ആർ യു സാഡ്? അപ്പം അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എവിഡൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? മെനി സ്റ്റാർസ് ആർ ബിഗർ ദാൻ ദ സൺ. ചില സ്റ്റാർസൊക്കെ എന്താണ്? സൂര്യനേക്കാളും വലുതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ബിഗർ അതിനേക്കാൾ അല്ലേ, കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബിഗർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ കുറച്ച് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. 3 കുട്ടികൾ, അലക്സ്, എറിക്, ലോറിസ്. ഓക്കെ, അപ്പോൾ അവരുടെ ഏജ്, അവരുടെ ഹൈറ്റ്, അവരുടെ സ്ട്രെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊരു കമ്പാരിസണും പറയുന്നുണ്ട്. കണ്ടോ, എറിക് യങ് ആണ്, അലക്സ് ലോറിസിനേക്കാളും യങ്ങറാണ്. ലോറിസിന് എത്ര വയസ്സായി? 22 വയസ്സാണ്. അലക്സിന് 16 വയസ്സാണ്. അപ്പോൾ ലോറിസിനേക്കാളും ചെറുതാണ് അലക്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എറിക്ക് ആരേക്കാളും ചെറുതാണ്, എറിക്കിന് 12 വയസ്സാണ്. അപ്പോൾ എറിക്ക് ഈസ് യങ്ങർ ദാൻ അലക്സ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യങ്ങർ. ഇനി ഏറ്റവും യങ്ങസ്റ്റ് ആരാണ്? എറിക്കാണ് ഏറ്റവും യങ്ങസ്റ്റ്, ഏറ്റവും പ്രായം കുറവ്. അപ്പോൾ ഒരു സിംഗിൾ തിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ എറിക്ക് ഈസ് യങ്, അവൻ യങ് ആണെന്ന് പറയുകയാണ്, പോസിറ്റീവാണ് പറയുന്നത്. ഒരു കമ്പാരിസണും താരതമ്യവും ഇല്ല. അപ്പം നമ്മൾ യങ് എന്നുള്ള ടേം യൂസ് ചെയ്തു. ഇനി കമ്പയർ ചെയ്യാണ്, 2 തിങ്സായിട്ട് കമ്പയർ ചെയ്യാണ്. ഇവിടെ അലക്സിൻ്റെ വയസ്സും ലോറിസിൻ്റെ വയസ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തു? യങ്ങർ. കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്തു, യങ്ങർ. ഇനി എറിക് ഈസ് യങ്ങസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരേക്കാളും യങ്ങസ്റ്റ് അവനാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? സൂപ്പർലേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. 2 കാര്യങ്ങളെക്കാളും കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം സൂപ്പർലേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ പോസിറ്റീവ് യങ് യൂസ് ചെയ്തു. ഇനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ യങ്ങർ. കേട്ടോ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്, യങ്ങർ യൂസ് ചെയ്തു. ഇനി 2 കൂടുതൽ കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് സൂപ്പർലേറ്റീവ് ഫോമാണ് യൂസ് ചെയ്യുക. യങ്ങസ്റ്റ്, ഓൾഡസ്റ്റ്, ഫാസ്റ്റസ്റ്റ് അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് EST വരുന്ന ഫോംസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ്? അലക്സിനെയും എറിക്കിനെയും ലോറിസിനെയും പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഒന്നും കൂടി വായിച്ചു നോക്കാൻ പറയുന്നുണ്ട്. അവരുടെ ഹൈറ്റും സ്ട്രെങ്ത്തും അതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റിൻ്റെ നമുക്ക് ഇങ്ങനെ എഴുതാം. എറിക് ഈസ് ടോൾ എന്ന് എഴുതാം, അലക്സ് ഈസ് ടോളർ ദാൻ എറിക് എന്ന് എഴുതാം, ലോറിസ് ഈസ് ടോളസ്റ്റ് ഓഫ് ഓൾ എന്ന് എഴുതാം. ഇനി സ്ട്രെങ്ത്തിന് എന്ത് എഴുതാം? എറിക് ഈസ് സ്ട്രോങ്, അലക്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ എറിക്, ലോറിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ. ഇതിൽ നോക്കിയാൽ അറിയാം ഏറ്റവും സ്ട്രോങ് സ്റ്റാർസ് കൂടുതൽ ആർക്കാണ്? എറിക്കിനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ ഹൈറ്റിൻ്റെ കാര്യം നോക്കിയാൽ അറിയാം ഏറ്റവും ടോളസ്റ്റ് ഏതാണ്? ആർക്കാണ് ഏറ്റവും ഹൈറ്റ് കൂടുതൽ? ലോറിസിനാണ്. പിന്നെ നെക്സ്റ്റ് ടോൾ ആരാണ്? അലക്സ് ആണ്. പിന്നെയാണ് എറിക്ക് വരുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണെങ്കിലും ഏറ്റവും സ്ട്രോങ് ലോറിസ് ആണ്, പിന്നെ അലക്സ് ആണ്, പിന്നെ എറിക്കാണ്. ആ സ്റ്റാർസിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ സ്റ്റാർസ് ഉള്ള ആൾക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്. കേട്ടോ, 5 sentences by comparing the features and qualities of Alex, Eric and Loris. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാം. ഞാനിവിടെ കൊടുത്തിട്ടില്ല, ഇങ്ങനെയാണ്. എറിക്ക് ഷോർട്ടർ ദാൻ ലോറിസ്, ലോറിസിനേക്കാളും ഹൈറ്റ് കുറവാണ് എറിക്ക്. എറിക്ക് ഈസ് യങ്ങർ ദാൻ അലക്സ്, അലക്സിനേക്കാളും പ്രായം കുറവാണ് എറിക്കിന്. ലോറിസ് ഈസ് എൽഡർ ദാൻ അലക്സ്, അലക്സിനേക്കാളും മൂത്തതാണ്, വലുതാണ് ലോറിസ്. ഇനി അലക്സ് ഈസ് ടോളർ ദാൻ എറിക്, എറിക്കിനേക്കാളും ഉയരം കൂടുതലാണ് അലക്സിന്. ഇനി ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത് അതിൽ ആർക്കാണ്? അലക്സിനാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതുപോലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനാണ്. ഏറ്റവും സ്മോൾ ഏതാണ്? അതിൽ ലെമൺ ആണ്. അപ്പോൾ ലെമൺ ഈ സ്മോൾ എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? ഓറഞ്ച് ആണ്. അപ്പോൾ എൻ ഓറഞ്ച് ഈസ് സ്മോളർ ദാൻ എ വാട്ടർമെലൺ. വാട്ടർമെലണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓറഞ്ചിന് വലിപ്പം കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ലെമൺ ഈസ് സ്മോളർ ദാൻ ഓറഞ്ച് അല്ലേ? ഓറഞ്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലെമണിന് വലിപ്പം കുറവാണെന്ന് പറയാം. ഇനി ഏറ്റവും ചെറുതതിൽ ഏതാണ്? ലെമൺ ഈസ് സ്മോളസ്റ്റ് എമോങ് ദം, ഏറ്റവും സ്മോളസ്റ്റ് അതിൽ ലെമൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദി വാട്ടർമെലൺ ഈസ് ദ ബിഗ്ഗസ്റ്റ് എമോങ് ദം. അത് ഒരു 3 കൂടി കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വലിപ്പം കൂടുതൽ വാട്ടർമെലൺ ആണ്. സൂപ്പർലേറ്റീവ് ഫോം നമുക്ക് യൂസ് ചെയ്യാം. കേട്ടോ, ഇനി നമുക്ക് ഇതൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത്. ആൻസേഴ്സ് നോക്കാം. ഇവിടെ കാണിക്കുന്ന ഏതൊക്കെയാണ്? കോക്കനട്ട് ട്രീ, തെങ്ങ് കൊടുത്തിട്ടുണ്ട്, മാവ് കൊടുത്തിട്ടുണ്ട്, റോസാ ചെടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് പറയാം? ഇത് കോക്കനട്ട് ട്രീ സ്റ്റോൾ അല്ലേ? കോക്കനട്ട് ട്രീ വലിപ്പം കൂടുതലാണെന്ന് കൊടുക്കാം. ഇനി എ മാംഗോ ട്രീ സ്റ്റോളർ ദാൻ എ റോസ് പ്ലാന്റ് അല്ലേ? മാംഗോ ട്രീക്ക് റോസിനേക്കാൾ നീളം കൂടുതലാണെന്ന് കൊടുക്കാം. ലാസ്റ്റ് വൺ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്തിനെ പറ്റിയാണ്? ഒരു ഫോക്സ്, ഒരു കുറുക്കനുണ്ട്,
ഒരു വുൾഫ് ഉണ്ട്, ഒരു ടൈഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഫോക്സ് ഈസ് ഡേഞ്ചറസ് എന്ന് പറയാം അല്ലേ? ഫോക്സ് ഡേഞ്ചറസ് ആണ്. സെക്കൻഡ് ലൈൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എ വുൾഫ് ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എ ഫോക്സ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? മോർ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തു. അപ്പം അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. മോർ ഡേഞ്ചറസ് ദാൻ എ ഫോക്സ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് വൺ എന്താണ്? ദ ടൈഗർ ഈസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് എമോങ് ദം കേട്ടോ. അപ്പോൾ ഇവിടെയും എന്താണ്? ഇവിടെയും ഫോംസിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് നെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട്? ഈ സ്കൂട്ടർ ഈസ് എക്സ്പെൻസീവ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് എന്താ നമുക്ക് പറയാം? എ ബൈക്ക് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ എ സ്കൂട്ടർ അല്ലേ? ബൈക്ക് സ്കൂട്ടീനേക്കാളും എക്സ്പെൻസീവ് ആണെന്ന് പറയാം. ലാസ്റ്റ് വേണ്ട എന്താണ്? കാറാണ്. അപ്പോൾ കാർ ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ മോർ, മോസ്റ്റ് അങ്ങനെയുള്ള ഫോംസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇവിടെ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീച്ചറായല്ലേ? അപ്പോൾ ടീച്ചറായതിൻ്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അവിടെ, അതിൻ്റെ ഒരു നോട്ടീസാണ്. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുത്തു അല്ലേ? ട്രൈബൽ പ്രൈഡ് ഡേ സെലിബ്രേഷൻ ആണ്. എവിടെയാണ് നടക്കുന്നത്? വെസ്റ്റ് ബംഗാളിൽ സമിതിയിലാണ് നടക്കുന്നത്. ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളവർ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ട്രൈബൽ പ്രൈഡ് ഡേയിലേക്ക്. അതിൻ്റെ ഡേറ്റ് കൊടുക്കുന്നുണ്ട്, വെന്യൂ എവിടെ വെച്ചാണ് നടക്കുന്നത് അത് കൊടുക്കുന്നുണ്ട്, ടൈം കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? വി ആർ ഹാപ്പി ടു വെൽക്കം ഡോക്ടർ ലേഖ IAS as our chief guest. We will felicitate Moina, the first tribal girl to attend the village school and become a teacher. ഓക്കെ, കം ജോയിൻ അസ് ഓൺ ദി ഒക്കേഷൻ. എന്നാണ് ഡേറ്റ് അത് കൊടുത്തിട്ടുണ്ട്. വാം റിഗാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ പേര് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള കൺവീനർ സമിതി, അവരുടെ പൊസിഷൻ എന്താണ്, അവരെവിടെയാണുള്ളത് അത് കൊടുക്കുക. സമിതിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങളോട് ഒരു എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്? ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി നാഷണൽ അത്ലറ്റിക് മീറ്റിൽ അവർക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടായി, അതായത് അവർക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ നിങ്ങളാണ് ആ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടൊരു നോട്ടീസാണ് പറയുന്നത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കാണിച്ച പോലെ തന്നെ എന്താണ്? ഫെലിസിറ്റേഷൻ പ്രോഗ്രാം ഹെഡിങ് കൊടുത്തു. ഫെലിസിറ്റേഷൻ പ്രോഗ്രാം ഫോർ അത്ലറ്റിക് എക്സലൻസ് കൊടുത്തു. സ്കൂളിൻ്റെ പേരെന്താണ്? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, സ്ഥലം കൊടുക്കുക. ഞാനിവിടെ SMGPS കൊച്ചിയാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്? ഡിയർ സ്റ്റുഡൻസ്, സ്റ്റാഫ് ആൻഡ് പാരൻസ്, ഡിയർ ഓൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. വി ആർ ത്രിൽഡ് ടു അനൗൺസ് ദാറ്റ് അവർ സ്കൂൾ സ്റ്റാർ അത്ലറ്റ് അനാമിക VS has brought glory to our school by winning a gold medal at the National Athletic meet in 200-meter running race. To celebrate this remarkable achievement, a special felicitation program has been organized. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ആർക്കാണ് പ്രൈസ് കിട്ടിയത്? അനാമിക VSനാണ് പ്രൈസ് കിട്ടിയത്. നാഷണൽ അത്ലറ്റിക് മീറ്റിൽ 200-meter റണ്ണിങ് റേസിലാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഗോൾഡ് മെഡലാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ്? ഡേറ്റ് പറയണം, ടൈം പറയണം, വെന്യൂ പറയണം. എവിടെയാണ്? ഡേറ്റ് എന്താണ്? November 30 ആണ് കൊടുത്തിട്ടുള്ളത്. ടൈം 10 മണിയാണ്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു ക്ലോസിങ് സെൻറ്റൻസ് പോലെ ഒരു സെൻറ്റൻസ് കൊടുക്കണം. യുവർ പ്രസൻസ് വിൽ ബി എ ഗ്രേറ്റ് മോട്ടിവേഷൻ ഫോർ അനാമിക ആൻഡ് ദ എൻ്റയർ സ്കൂൾ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യാണ്. ഒരു ഡേറ്റ് കൊടുക്കുക, എന്നാണോ പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ ഒരു 10-15 ദിവസം മുമ്പല്ലെങ്കിലും ഉള്ള ഡേറ്റ് കൊടുക്കുക. റിഗാർഡ്സ് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. ഓർഗനൈസിങ് കമ്മിറ്റിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൊടുക്കണം. പിന്നെ ഡിയർ സ്റ്റുഡൻസ് പറഞ്ഞു കൊടുക്കണം. പറയാനുള്ള കാര്യങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുക്കണം. പിന്നെ ഡേറ്റും സമയം വെന്യൂ ഒക്കെ കൊടുക്കുക. ലാസ്റ്റ് ഒരു ക്ലോസിങ് ലൈന് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു പേര് കൊടുക്കുക. ഓക്കെ, സ്റ്റാമ്പ് ചെയ്യുക. ഓർഗനൈസിങ് കമ്മിറ്റിന്നോ കൺവീനറിനോ എന്തെങ്കിലും കൊടുക്കുക. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഭംഗിയിലൊക്കെ എഴുതിയിട്ട് നോട്ടീസ് പറഞ്ഞ് എഴുതിയിട്ടൊക്കെ കണ്ടോ, ഇതിൽ ചെയ്ത പോലെയൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാൻ ശ്രമിക്കുക. ഇതുപോലെ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഭംഗി വരുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ബുക്കിൽ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊയ്ന വായിച്ചൊരു ബുക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടൈറ്റിൽ എന്താണ്? ആലീസ് ഇൻ വണ്ടർലാൻഡ് ആണ് എഴുതിയത്. ലൂയിസ് കാരോൾ ആണ് എഴുതിയിട്ടുള്ളത്. ടൈപ്പ് ഓഫ് ബുക്ക് എന്താണ്? ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ആണ്. ഇനി ആ ബുക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അവൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളോടൊരു പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ബുക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്.
തെറ്റ്സുകയാണ് ഓദർ. ടൈപ്പ് ഓഫ് ബുക്ക് എന്താണ്? ഒന്നില്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക് മെമ്മോയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഓട്ടോയർ എന്ന് പറയാം അല്ലേ. ആ ഓദർ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് ആ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബുക്ക് ഈസ് എൻ ഇൻസ്പയറിംഗ് സ്റ്റോറി അബൌട്ട് എ യങ് ഗേൾ ഹു അറ്റൻഡ്സ് എ സ്പെഷ്യൽ സ്കൂൾ ദാറ്റ് എൻകറേജസ് ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. The book shows how important it is to let children be themselves and think differently. It's a good read for anyone interested in education and kids. എന്താ നമ്മൾ പറയുന്നത്? ആ ബുക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് അല്ലേ, നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ചെറിയൊരു പെൺകുട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് പഠിക്കാൻ ചെല്ലുകയാണ്. അവിടെ അവരുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ ക്രിയേറ്റിവിറ്റിക്കും അവരുടെ ഉള്ളിലുള്ള കഴിവുകൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സാധാരണ സ്കൂളുകൾ പോലെയല്ല അല്ലേ. അപ്പോൾ ഈ ബുക്ക് നമുക്ക് എന്ത് കാണിച്ചു തരുന്നു? കുട്ടികളെ അവരായി തന്നെ കാണാൻ, അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ളൊരു പ്രചോദനമാണ്. നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. എന്താണ് കുട്ടികളെ വിദ്യാഭ്യാസ രീതികളെ പറ്റിയും ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പുസ്തകം ഇഷ്ടപ്പെടും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൈനയുടെ ഡയറിയാണ് കൊടുത്തിട്ടുള്ളത്. അത് മഴയത്ത് ആ പുസ്തകമൊക്കെ നനഞ്ഞു പോയി കേട്ടോ. അപ്പോൾ പുസ്തകത്തിൻ്റെ ആ ഡയറി നനഞ്ഞു പോയി. അപ്പോൾ അവൾ എഴുതിയ ഡയറിയുടെ പകുതി ഭാഗം മാത്രമേ കാണാനുള്ളൂ. ബാക്കി ഭാഗത്തെ മഷി മുഴുവൻ കണ്ടോ, വെള്ളമായിട്ട് ഇങ്ങനെ സ്പ്രെഡായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഡേറ്റ് കംപ്ലീറ്റ് ചെയ്യുക 22/11/2025 കൊല്ലം കൊടുക്കുക. എന്നിട്ട് എന്താണ്? ഡിയർ ഡയറി, ടുഡേ വാസ് എ ഫൺ ഡേ. ഇറ്റ് അപ്പിയർഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ ബട്ട് ഐ സ്റ്റിൽ വാണ്ടഡ് ടു ഗോ ഔട്ട്സൈഡ്. വെൻ ഐ വെൻറ്റ് ടു ദ റിവർ സൈഡ് ഐ സോ എ ബോയ് ക്രൈയിങ്. ഇന്ന് വളരെ ഫണ്ണായിട്ടുള്ളൊരു ദിവസമായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പുറത്തേക്ക് പോകാൻ തോന്നി. ഞാൻ പുറത്ത് പോയപ്പോഴെന്താണ്? നദിയുടെ കരയിൽ ഒരു കുട്ടി കരയുന്നത് കണ്ടു. I saw a boy cry because his kite flew away. We became friends while searching for it. We finally found the kite stuck in a tree and he was overjoyed. We played together till the rain came and then we shared laughter and stories under a shelter. I'm glad I went out today. കേട്ടോ, അപ്പോൾ നമ്മളെന്താ പറയുന്നത്? ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈറ്റ് ഒരു മരത്തിൻ്റെ ഉള്ളിൽ പെട്ട് നിൽക്കായിരുന്നു. അത് കണ്ടപ്പോൾ അവന് സന്തോഷമായി. അവൻ്റെ കൈറ്റ് തിരിച്ചു കിട്ടിയപ്പോൾ ഞങ്ങൾ മഴ വരുന്നത് വരെ വീണ്ടും അവിടെ കളിച്ചു. കുറേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന എന്താണ്? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. കുറേ ആൾക്കാർ എന്താണ് നേച്ചർ കാണാൻ അല്ലേ, സ്ഥലം കാണാൻ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അവരിങ്ങനെ നടക്കുന്നുണ്ട്, ഓരോന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലകൾ കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്, സൂര്യകാന്തി പൂക്കൾ പോലത്തെ പൂക്കൾ നിൽക്കുന്നുണ്ട്, ബേർഡ്സൊക്കെ പറക്കുന്നുണ്ട്, പല നിറത്തിലുള്ള പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആൻസർ നോക്കാം. പിക്ചറിൽ കാണുന്നത് ഐ സീ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺ എ നേച്ചർ വാക്ക് ഇൻ എ ബ്യൂട്ടിഫുൾ സണ്ണി പ്ലേസ്. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദർ ഈസ് എ ലാർജ് മൗണ്ടൻ, എ റിവർ ഓർ ലേക്ക്. ദ ഏരിയ ഈസ് ഫിൽഡ് വിത്ത് മെനി ടാൾ ഗ്രീൻ ട്രീസ് ആൻഡ് കളർഫുൾ ഫ്ലവേഴ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ മലകളും ലേക്കും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല നീളമുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സും അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കണ്ടേ. ഹു ആർ ദ പീപ്പിൾ ഇൻ ദ പിക്ചർ? ദ പീപ്പിൾ ആർ 2 teachers and 4 children. They are working together and teacher and children are pointing out interesting things they see like the birds and mountain. They seem to be exploring and learning. എന്താ പറയുന്നത്? 2 ടീച്ചറും 4 കുട്ടികളും ഉണ്ട്. അവരെല്ലാവരും ഒരുമിച്ചാണ് നടക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബേർഡ്സും മൗണ്ടനും മൗണ്ടനും ഒക്കെ നമുക്ക് കാണാം. അവർ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അവർ പഠിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഡു യു സീ എനി ആനിമൽസ് ഓഫ് ബേർഡ്സ്? ആനിമൽസ് ഓഫ് ബേർഡ്സ് കാണുന്നുണ്ടോ? യെസ്, ഐ സീ 3 birds flying high above them. They might be chirping. അല്ലേ, അവർ മുകളിലായിട്ട് 3 പക്ഷികൾ പറക്കുന്നുണ്ട്. വേറെയും പക്ഷികളുണ്ട്. അവരെന്താണ്? അവർ ശബ്ദമുണ്ടാക്കുന്നുണ്ടാവാം എന്നാണ് പറയുന്നത്. ബേർഡ്സ് ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ചിർപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡു ദ ചിൽഡ്രൻ ഫീൽ? ദ ചിൽഡ്രൻ ലുക്ക് വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ആർ ദ എനി ഫ്ലവേഴ്സ്? ഫ്ലവേഴ്സ് ഉണ്ടോ? ഉണ്ട്. യെസ്, ദർ ആർ മെനി ഫ്ലവേഴ്സ്. മോസ്റ്റ് ഓഫ് ദം ആർ യെല്ലോ. ദേ മേക്ക് ദി പ്ലേസ് കളർഫുൾ ആൻഡ് ലൈവ്ലി. അത് കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ കൂടുതലും മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. ആ സ്ഥലത്തിൻ്റെ ഭംഗി ആ പൂക്കൾ കൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൗ ഡു ദ ട്രീസ് ലുക്ക്? ട്രീസ് എങ്ങനെയുള്ളതാണ്? ദേ ആർ ടോൾ ഗ്രീൻ ആൻഡ് ഹാവ് ലോട്ട്സ് ഓഫ് ലീവ്സ്. നല്ല നീളമുണ്ട്, നല്ല പച്ച നിറത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇലകളും അവയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് എന്താണ്, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു തോണിയിൽ ആൾക്കാർ പോകുന്നുണ്ട്, ഒരു സ്ത്രീ വെള്ളം കൊണ്ട് പോകുന്നുണ്ട്, കുട്ടികൾ സ്വിം ചെയ്യുന്നുണ്ട്, ഡക്ക് ഉണ്ട് അതിൽ അല്ലേ, ഒരു സ്ത്രീ അവിടെ എന്താണ് തുണി കഴുകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. വി ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ വില്ലേജ് ആൻഡ് എ റിവർ ഇൻ പിക്ചർ. ദ വാട്ടർ ഫ്ലോസ് കാംലി ലൈക്ക് എ സ്മോൾ കനാൽ. Tall coconut trees grow along the banks, making the place look very green and tropical. Small houses are visible on the right side of the river. A man is paddling a small boat carrying passengers. A woman in white walks with a pot in her head, and the woman is washing clothes. White ducks swim happily in the water. A colorful bird sits quietly on a tree branch. The scene is very calm and beautiful. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ, ഒരു ഭംഗിയുള്ള ഒരു വില്ലേജിൻ്റെ പിക്ചറാണ്. അവിടെ ഒരു ചെറിയ കനാൽ പോലെ അവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. എന്താണ്, ടോൾ കോക്കനട്ട് ട്രീസ് ഉണ്ട് അല്ലെ, ഉയരമുള്ള കോക്കനട്ട് ട്രീസ്, തെങ്ങൊക്കെ അവിടെ കാണുന്നുണ്ട്. ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഒരു ട്രോപ്പിക്കൽ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. ആ വെള്ളത്തിൻ്റെ ഒക്കെ റിവറിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ്, ഒരു ചെറിയ വീടുകൾ നമുക്ക് കാണാം. ഒരാളവിടെ ബോട്ട് പാഡൽ ചെയ്യുന്നുണ്ട്, ഒരു സ്ത്രീ വെള്ളം കൊണ്ട് പോകുന്നുണ്ട്, മറ്റൊരു സ്ത്രീ അവിടെ തുണി അലക്കുന്നുണ്ട്, ഡക്സ് വെള്ളത്തിലൂടെ സ്വിം ചെയ്ത് നടക്കുന്നുണ്ട്, ഒരു ബേർഡ് ഒരു ബ്രാഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭയങ്കര കാമായിട്ടുള്ളൊരു പിക്ചറാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഈ ഒരു ലെസണിലെ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്